Welcome to BSc Main Physics, Paper 4, Atomic and Molecular Physics. This is for Semester 5, BSc Main Physics class. Today, the topic is Sommerfeld's atom model. The paper is Atomic and Molecular Physics, BSc Main Physics. The chapter is Vector Atom Model. Today's topic is Sommerfeld's atom model. So far, we have seen the Bohr atom model and its applications, the hydrogen spectrum, their problems, etc. We have seen. One of the most important model given in our syllabus is Bohr atom model that we have seen in detail by this time, and today. Now we explain the second model, which is Sommerfeld's relativistic atom model. Second model we study here is Sommerfeld's relativistic atom model. This is a modified form of Bohr model of atom. Since Bohr model has some drawbacks, Sommerfeld modified that model, and that model is called Sommerfeld's relativistic atom model. ഇത് നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഈ കഴിഞ്ഞ 5 ക്ലാസ്സിൽ നമ്മൾ ബോർ ആറ്റം മോഡലും അതിൻ്റെ റിലേറ്റഡ് ആപ്ലിക്കേഷനും, അതായത് ഹൈഡ്രജൻ സ്പെക്ട്രവും അതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ആറ്റം മോഡൽ മനസ്സിലാക്കുകയാണ്. ഈ രണ്ടാമത്തെ ആറ്റം മോഡലിൻ്റെ പേരാണ് സോമർഫെൽഡ്സ് റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ. സോമർഫെൽഡ്സ് റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ ഇത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്, ഒരു നവീകരിച്ച ഫോമാണ് സോമർഫെൽഡ്സ് റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ. ഈ ബോർ മോഡലിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഈ സ്പെക്ട്രലൈൻ, അതിൻ്റെ ഫൈൻ സ്ട്രക്ചർ കമ്പോണൻ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ ആ ഡിഫിക്കൽട്ടി ഇവിടെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സോമർഫെൽഡ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് നോക്കാം. Bohr atom model could not explain certain details in the hydrogen spectrum. Careful observation with instruments of high resolving power revealed that many spectral lines are not really single, but each of them consists of a number of fine lines packed together. അർത്ഥം ഇതാണ്. ഈ എച്ച് ലൈൻ പോലെയുള്ള ലൈനുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്താൽ പല ലൈനും ഒരു സിംഗിൾ ലൈനല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ ഈ ക്ലോസ്ലി പാക്ഡ് ലൈൻസാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഓരോ ലൈനും സിംഗിൾ ലൈനല്ല, ഒന്നിൽ കൂടുതൽ ഈ ലൈൻസ് കൂടിച്ചേർന്നതാണ്. അപ്പം ഇങ്ങനെ ലൈൻസ് കൂടിച്ചേർന്നതാണ്, അവയ്ക്കൊരു ഫൈൻ സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഈ സ്പെക്ട്രത്തിൻ്റെ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈൻ സ്ട്രക്ചർ ലൈൻസ് ആർ ഈച്ച് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് നമ്പർ ഓഫ് ഫൈൻ ലൈൻസ്. ദിസ് ഈസ് കോൾഡ് ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ദ വേവ് ലെങ്സ് of the fine structure components differ slightly from one another. The fine structure of spectral lines can be explained only if there exist several states of slightly different energies. അപ്പോൾ ഓരോ ലൈൻ, ഇപ്പോൾ എച്ച് ലൈൻ പോലെയുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈൻ സിംഗിൾ ലൈൻ അല്ല, മറിച്ച് കൂടുതൽ കമ്പോണൻസ് കൂടിച്ചേർന്നതാണ്. ഈ കൂടുതൽ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഓരോ ലെവലും, ഇപ്പോൾ N=1, N=2, N=3 പോലുള്ള ലെവലുകൾ കൂടുതൽ സബ് ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Different energies corresponding to each quantum number. Bohr's theory envisages only one energy state for each quantum number, and hence it cannot explain the fine structure of spectral lines. Bohr atom മോഡലിൽ ഈ ലെവൽ സ്പ്ലിറ്റിംഗ് അല്ല. ഓരോ ഇപ്പോൾ N=2, N=3 പോലുള്ള ലെവലുകൾ സ്പ്ലിറ്റ് ചെയ്തതായിട്ട് പറയുന്നില്ല. അവയ്ക്കെല്ലാം സിംഗിൾ ലെവലാണ്. ഈ ഓരോ ലെവലും കൂടുതൽ സബ് ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫൈൻ സ്ട്രക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് രണ്ട് കൺസെപ്റ്റാണ് സോമർഫെൽഡ് കൊടുക്കുന്നത്. 2 കൺസെപ്റ്റ് കൊടുക്കും. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റും ഉണ്ട്, ഒരു സെക്കൻഡ് അറ്റംപ്റ്റും ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് പൂർണ്ണമായിട്ട് വിജയമായില്ല, അപ്പോൾ അദ്ദേഹം സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കും. ഇപ്പോൾ 2 കൺസെപ്റ്റാണ് ഈ സോമർഫെൽഡ്സ് റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡലിൽ വരുന്നത്.
ഒന്നാമത്താണ് പറയുന്നത്. ഇപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് വാട്ട് ആർ ദി 2 attempts ഓർ വാട്ട് ആർ ദി 2 concepts ഓഫ് സോമർഫെൽഡ് ആറ്റം മോഡൽ, അങ്ങനെ ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചാൽ ഒരു ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഫസ്റ്റ് കൺസെപ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ആസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻ, സോമർഫെൽഡ് ഇൻ 1916 ഇൻട്രൊഡ്യൂസ്ഡ് ദ concept of elliptical orbits for the electrons. According to him, the electron would be moving in an elliptical orbit with the nucleus at one of the foci. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ബോർ ആറ്റം മോഡൽ സർക്കിൾ ഓർബിറ്റാണ് പറയുന്നത്. എല്ലാ സർക്കിൾ ഓർബിറ്റ് കോണ്ടൈസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയും, സർക്കിൾ ഓർബിറ്റ് എന്ന് പറയും. അപ്പോൾ റേഡിയസ് ഓർബിറ്റിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ സോമർഫെൽഡ് അതൊന്ന് മോഡിഫൈ ചെയ്യും. സോമർഫെൽഡ് പറയും ഈ ബോർ മോഡലിലെ സർക്കിൾ ഓർബിറ്റ് അല്ല ശരിക്കും, മറിച്ച് അത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഏത് രീതിയിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്നു, അതേ രീതിയിൽ ഇലക്ട്രോൺ മോഷനും എലിപ്റ്റിക്കൽ ഓർബിറ്റാണെന്ന് അദ്ദേഹം പറയും. അതാണ് ഈ സോമർഫെൽഡ് ആറ്റം മോഡലിൻ്റെ ഫസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. ഒരു ആറ്റത്തിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കാണിച്ചിരിക്കുകയാണ്. താഴെ അല്പം കളറിങ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചില പോയിന്റ് അവിടെ എഴുതി വെച്ചിരുന്നത് മായ്ച്ചതാണ്. പടം നോക്കുക. അപ്പോൾ ഇവിടെ എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് വരച്ചിരിക്കുന്നത്. ഈ ആണ് ഇലക്ട്രോണിൻ്റെ സ്ഥാനം. ന്യൂക്ലിയസ് ക്യാപിറ്റലി ചാർജ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ഈ എലിപ്സിന് ഒരു ഫോക്കസിൽ വരും. എലിപ്സിന് 2 ഫോക്കസാണ് ഉള്ളത്. ഒരു ഫോക്കസിലാണ് ന്യൂക്ലിയസ് വരുന്നത്. ഇലക്ട്രോൺ എലിപ്സിലൂടെ കറങ്ങും. അപ്പോൾ സ്മോൾ ഇ ആണ് ഇലക്ട്രോണിൻ്റെ സ്ഥാനം. 6 റേഡിയസ് വെക്ടറാണ്. ഈ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം, ഇപ്പോൾ ചലിക്കുമ്പോൾ മൊമെൻ്റ് ഉണ്ടല്ലോ പി, ആ മൊമെൻ്റ് 2 കമ്പോണൻ്റായിട്ട് ഭാഗിക്കും. ഒന്ന് റേഡിയൽ കമ്പോണൻ്റ് പി ആർ എലോങ് ദി ആക്സിസ്, രണ്ടാമത് അസിമത്തൽ കമ്പോണൻ്റ് P5 പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് വെക്ടർ. അപ്പോൾ അത് സൈഡ് ചെയ്തിട്ടുണ്ട്. റേഡിയൽ മൊമെൻറ്റം ആൻഡ് അസിമത്തൽ മൊമെൻറ്റം. റേഡിയൽ മൊമെൻറ്റം ഈസ് PR, അസിമത്തൽ മൊമെൻറ്റം ഈസ് P5. റേഡിയൽ മൊമെൻറ്റം ഈസ് എലോങ് ദി റേഡിയസ് വെക്ടർ ആൻഡ് അസിമത്തൽ മൊമെൻറ്റം ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ഇലക്ട്രോണിന് 2 മൊമെൻ്റ് ഉണ്ട് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ന് അദ്ദേഹം പറയും. അപ്പം അതിൻ്റെ വിലയും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം n/2π ആണ്. അപ്പോൾ ഇവിടെ 2 മൊമെൻ്റ് ഉള്ളതുകൊണ്ട് 2 ക്വാണ്ടം നമ്പർ വരുമെന്ന് പറയും. നൗ ദ മൊമെൻറ്റം ഇലക്ട്രോൺ ക്യാൻ ബി റിസോൾവ്ഡ്. അപ്പോൾ ആ മൊമെൻ്റ് 2ആയിട്ട് ഭാഗിക്കുമെന്ന് പറയുകയാണ്. Solve the 2 components, one along the radius vector r called radial momentum and another perpendicular to it called azimuthal momentum. അപ്പോൾ മൊമെൻറ്റത്തിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് റേഡിയൽ മൊമെൻറ്റം PR, രണ്ടാമത്തത് അസിമത്തൽ മൊമെൻറ്റം P5. Sommerfeld suggested that both the components are to be separately quantized. ഇവ 2 പ്രത്യേകം ക്വാണ്ടൈസ്ഡ് ആണ്. കോണ്ടൈസ്റ്റ് നമുക്കറിയാമല്ലോ, ഇന്റഗ്രൽ മൾട്ടിപ്ലൈ h/2π മൊമെൻറ്റം എന്ന് പറയുന്നതാണ്. Sommerfeld suggested that both the components are to be separately quantized. That is, the radial momentum as well as the azimuthal momentum of the electron must be integral multiplied h/2π. ഇപ്പോൾ 2 മൊമെൻറ്റവും കോണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ഓരോ മൊമെൻറ്റവും, അതായത് റേഡിയൽ മൊമെൻറ്റം nrഉം അസിമത്തൽ മൊമെൻറ്റം n5ഉം കോണ്ടൈസ്ഡ് ആണ്. അത് h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ വാട്ട് ഈസ് റേഡിയൽ മൊമെൻറ്റം? ദാറ്റ് ഈസ് റേഡിയൽ മൊമെൻറ്റം PR ഈക്വൽ nr h/2π. nr ഒരു പുതിയ ക്വാണ്ടം നമ്പർ കൊടുക്കുകയാണ്. nrനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ക്വാണ്ടം നമ്പർ. nrനെ റേഡിയൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അടുത്ത ക്വാണ്ടം നമ്പർ അസിമത്തൽ ക്വാണ്ടം നമ്പർ. കളേഴ്സൊക്കെ ഒരു ആർട്ടല്ല, മറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം മറക്കാൻ പിടിച്ചിരിക്കുന്നതാണ്. അസിമത്തൽ മൊമെൻറ്റം P5 = n5 h/2π, where nr and n5 are integers. nr and n5 are integers and they are called quantum numbers. nr is the radial quantum number and n5 is the azimuthal quantum number. അപ്പോൾ പറഞ്ഞതാണ് മൊമെൻറ്റം 2ആയിട്ട് സോൾവ് ചെയ്യും. ഒന്ന് PR റേഡിയൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തെ P5 അസിമത്തൽ ക്വാണ്ടം നമ്പർ. PR എന്ന് പറഞ്ഞാൽ nr h/2π, P5 എന്ന് പറഞ്ഞാൽ n5 h/2π.
nr and n5 are integers. 1, 2, 3 പോലെയുള്ള സംഖ്യകളാണ്. PR is a radial momentum. nr is a radial momentum quantum number. Radial quantum number and n5 is called the azimuthal quantum number. അപ്പോൾ എന്തായിരിക്കും ഈ ടോട്ടൽ ക്വാണ്ടം നമ്പർ പി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് ഗിവൺ ബൈ n ഈസ് ഈക്വൽ ടു nr പ്ലസ് n5. അപ്പോൾ nrഉം n5ഉം വന്നാൽ ടോട്ടൽ ക്വാണ്ടം നമ്പർ n, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, അത് nr പ്ലസ് n5 ആണ്. ഈ n ആണ് ബോർ മോഡലിലെ ക്വാണ്ടം നമ്പർ. n is identical with the quantum number in Bohr theory and defines the energy state of the electron. അപ്പോൾ n എന്ന് പറയുന്നത് nr പ്ലസ് n5 n ആണല്ലോ. n എന്ന് പറയുന്നത് ബോർ തിയറിയിൽ പറയുന്ന ക്വാണ്ടം നമ്പറാണ്. അറ്റോമിക് ഓർബിറ്റൽ എനർജി നിശ്ചയിക്കുന്നത് ഈ നമ്പർ n ആണ്. സോമർഫെൽഡ് ഹാസ് ഷോൺ ദാറ്റ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ടോട്ടൽ ക്വാണ്ടം നമ്പർ n, a certain number of elliptical orbits are permitted since n can take integral values from 1 to n. Sommerfeld has shown that for a given value of total quantum number n, a certain number of elliptical orbits are permitted since n5, you write as n5. n5 can take all integral values from 1 to n. This energy, the energy of the electron in the orbit is given by, ഇലക്ട്രോൺ എനർജി കൊടുക്കുന്ന ഇക്വേഷൻ ആണ് ഈ പുതിയ സോമർഫെൽഡ്സ് ആറ്റം മോഡൽ വെച്ച് അദ്ദേഹം കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. W മൈനസ് എം e square അല്ലെങ്കിൽ e⁴ മൈനസ് എം e² by 8 epsilon 0 square h square into nr plus n5 whole square. nr plus n5 n ആണല്ലോ. therefore W is equal to minus m e² by 8 epsilon 0 square h square n square എന്നാണ് n square. അവിടെ സഫിക്സ് ഒന്നുമില്ല, n square. ഇത് ബോർ മോഡലിന് സെയിം ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കുക. ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദി എനർജി ഈസ് സെയിം ഫോർ ഓൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. അപ്പോൾ nr പ്ലസ് n5 n കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ബോർ ഇക്വേഷൻ തന്നെ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദി energy is the same for all elliptical orbits having the same total quantum number n. In fact, the expression is same as that given by Bohr. Bohr തന്ന ഇക്വേഷൻ തന്നെയാണ്. Thus, the introduction of elliptical orbits as such does not give rise to new energy levels and does not explain the fine structure of spectral lines. അപ്പോൾ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസെപ്റ്റ് മാത്രം പരിഗണിച്ചാൽ അത് പുതിയ എനർജി ലെവല് തരുന്നില്ല. അപ്പോൾ ഇത് മാത്രം പോരാ, ഫൈൻ സ്ട്രക്ചർ എച്ച് ആൽഫ ലൈൻ പോലെയുള്ള ലൈനുകളുടെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കൺസെപ്റ്റ് മാത്രം മതിയാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Thus, the introduction of elliptical orbits as such does not give rise to new energy levels and does not explain the fine structure of spectral lines. ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇനിയും കൺസെപ്റ്റ് വേണ്ടി വരും. അപ്പോൾ സോമർഫീൽഡ് സെക്കൻഡ് അറ്റംപ്റ്റ് അപ്ലൈ ചെയ്യും, സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കും. ആ സെക്കൻഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കൺസെപ്റ്റ് അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ്. Therefore, Sommerfeld took into account the relativistic variation of mass of the electron with the velocity. അതാണ് സെക്കൻഡ് കൺസെപ്റ്റ്. That you can underline. What is second concept of Sommerfeld atom model? It is the relativistic variation of mass of electron with the velocity. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇലക്ട്രോൺ ചലിക്കുമ്പോൾ അതിൻ്റെ മാസ് വെലോസിറ്റിക്ക് അനുസരിച്ച് മാറും എന്ന് പറയുന്നതാണ്
സോമർഫെൽഡ് ആറ്റം മോഡലിൻ്റെ റിലേറ്റിവിസ്റ്റിക് കൺസെപ്റ്റ് വേരിയേഷൻ ഓഫ് മാസ്. The velocity of electron moving in an elliptical orbit is maximum when it is nearest to the nucleus and minimum when it is farthest from the nucleus. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ മാസ്, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ന്യൂക്ലിയസായിട്ട് ക്ലോസ് ആകുമ്പോൾ മാക്സിമം ആകുകയും ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെ വരുമ്പോൾ കുറയുകയും ചെറുതാകുകയും ചെയ്യും. അതുമൂലം ഇലക്ട്രോണിൻ്റെ മാസിന് വേരിയേഷൻ ഉണ്ടെന്ന് പറയുകയാണ്. ടേക്കിംഗ് ദിസ് ഇൻ ടു കൺസിഡറേഷൻ, എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ E is equal to -m z² e⁴ by 8 epsilon 0 square h square into 1/n² minus z² alpha square by n⁴ into n/n5 minus 3/4. അപ്പോൾ ഈ ഇക്വേഷൻ പ്രത്യേകം പഠിച്ചിരിക്കണം. സോമർഫെൽഡ് ആറ്റം മോഡൽ ചോദിച്ചാൽ അത്യാവശ്യം വേണ്ട എക്സ്പ്രഷനാണ് ഇത്. ഇത് എഴുതണം മാർക്ക് കിട്ടണമെങ്കിൽ. സോമർഫെൽഡ് ആറ്റം മോഡലിൽ ഈ രണ്ട് കൺസെപ്റ്റും, എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസെപ്റ്റും അതുപോലെ റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസും ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റിയും പരിഗണിച്ചാൽ കിട്ടുന്ന എനർജിയുടെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കണം സോമർഫെൽഡ് ആറ്റം മോഡൽ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ. E is equal to -m z² e⁴ by 8 epsilon 0 square h² into 1/n² minus z² alpha square by n⁴ into n/n5 minus 3/4. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഖ്യ വരുന്നത് ആൽഫയാണ്. ഇസഡ് അറിയാമല്ലോ, അത് അറ്റോമിക് നമ്പറാണ്. ആൽഫ എന്നൊരു പുതിയൊരു ടൈം വന്നിട്ടുണ്ട്. ഈ ആൽഫയെ വിളിക്കുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ഹിയർ Z is the atomic number of the atom. The charge of the nucleus is Zd. Alpha is a constant. Equation number 15. I am already equation number 15. Equation number 15 shows that energy of the electron depends not only on the total quantum number n but also on n5. അപ്പോൾ n5യെയും ഈ എനർജി ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. n5 കൂടിയാൽ സംഭവിക്കും. n5 കൂടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് ടൈം മൈനസ് ടൈം എന്നുള്ളത് പിന്നെ കുറയും. മൈനസ് ടൈം n5 കൂടിയാൽ സെക്കൻഡ് ടൈം മൈനസ് ടൈം കുറയും. അപ്പോൾ എനർജി കൂടും. ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് n5, greater the value of n5, larger is the energy. Therefore, the different elliptical orbits belonging to a given total quantum number n have slightly different energies. The energy level is therefore split into n levels, differing from one another by small amounts, and this gives rise to the fine structure of spectral lines. അർത്ഥം ഇതാണ്. ഒരു ഗിവൺ വാല്യൂ എന്നിന് ഇപ്പോൾ n 3 ആണെങ്കിൽ n5ക്ക് 1 2 3 വാല്യൂസ് വരും. അപ്പോൾ 3 എനർജി ലെവൽ വരും. അപ്പോൾ n 3 എന്നുള്ള ഓർബിറ്റ് ഈ മോഡൽ പ്രകാരം 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ n 2 എന്നുള്ള ഓർബിറ്റ് 2 ആയി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ പല ട്രാൻസിഷൻ പോസിബിളാണ്. ഒരു സിംഗിൾ ട്രാൻസിഷന് പകരം n 3 നിന്ന് n 2ലേക്ക് ഒരു സിംഗിൾ ട്രാൻസിഷന് പകരം ഡിഫറൻറ്റ് ട്രാൻസിഷൻ ഉണ്ടാകും. എത്ര ട്രാൻസിഷൻ ഉണ്ടാകും? ആ n 3 നിന്ന് n 2ലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്താൽ എത്ര ട്രാൻസിഷൻ ഉണ്ടാകും? അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ എച്ച്-ആൽഫ ലൈൻ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് എക്സ്പ്ലനേഷൻ ഓഫ് എച്ച്-ആൽഫ ലൈൻ. അപ്പോൾ എച്ച്-ആൽഫ ലൈൻ ഉണ്ടാകുന്നത് n 2 നിന്ന് n 3ലേക്കാണ്. ആ n 3 നിന്ന് n 2ലേക്ക് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ മൂലമാണ് എച്ച്-ആൽഫ ലൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ പെർമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് 6 ട്രാൻസിഷൻ പോസിബിളാണ്. അപ്പോൾ n 3 ആണ് മുകളിൽ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ്, n 2 ആണ് താഴെ കാണിക്കുന്ന സ്റ്റേറ്റ്. n 3 3 ആയി സ്പ്ലിറ്റ് ചെയ്യും. കാരണം n5ക്ക് 3 വാല്യൂ വരുമല്ലോ. n3 ആണെങ്കിൽ n5 1 2 3 വരും. n2 ആണെങ്കിൽ n5 1 2 വരും. 1 2 വരും. ഇപ്പോൾ മുകളിലത്തെ ലെവൽ 3 ആയി സ്പ്ലിറ്റ് ചെയ്യും, താഴത്തെ ലെവൽ 2 ആയി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ആ കാണുന്ന രീതിയിൽ 6 ട്രാൻസിഷൻ പോസിബിളാണ്. 6 ട്രാൻസിഷൻ ഓരോ ലെവലിൽ നിന്നും താഴത്തെ ഓരോ ലെവലിലേക്ക്. അങ്ങനെ നമുക്ക് 6 തരത്തിൽ വരക്കാം. നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺ ജമ്പിങ് ആണ് കാണിച്ചിരിക്കുന്നത്.
6 ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇത് HF ലൈനിൻ്റെ കേസായിട്ട് NeCl3 to NeCl2 എന്ന് പറഞ്ഞാൽ ബാർമർ സീരീസിലെ HF ലൈനിൻ്റെ ട്രാൻസിഷൻ കാണിക്കുന്നത്. അപ്പോൾ HF ലൈൻ 6 ഫൈൻ സ്ട്രക്ചർ കമ്പോണൻറ്റുകൾ കൂടി ചേർന്നതാണ് എന്ന് തോന്നും. പക്ഷേ ആക്ച്വലായിട്ട് അതിനകത്ത് 6 കമ്പോണൻ്റ് ഇല്ല. അതിനകത്ത് 6 കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ സോമർഫെൽഡ് ആ കമ്പോണൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഒരു സിലക്ഷൻ റൂൾ കൊണ്ടുവരും. ആ സിലക്ഷൻ റൂൾ കൊണ്ടുവന്നിട്ട് കമ്പോണൻറ്റുകൾ പുതിയ കമ്പോണൻറ്റ് നിശ്ചയിക്കും. ഇപ്പോൾ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ +or-1 ട്രാൻസിഷൻ +or-1 ഈ NeCl3യിലെയും NeCl2യിലെയും ലെവൽ തമ്മിൽ ഒരു 1 ഡിഫറൻസ് വരുന്ന ട്രാൻസിഷൻ മാത്രമേ പോസിബിൾ ആകുകയുള്ളൂ. ആ 0യോ 2ഓ 3യോ വരുന്ന ട്രാൻസിഷൻ പോസിബിൾ ആകില്ല എന്ന് അദ്ദേഹം പറയും. അങ്ങനെ ആകുമ്പോൾ 3 കമ്പോണൻ്റായിട്ട് ചുരുങ്ങും. അതാണ് ആ ഫുൾ ലൈൻസ് കാണിക്കുന്നത്. കണ്ടിന്യൂസ് ലൈൻ കാണിക്കുന്നത് ഈ സിലക്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ HF ലൈനിൽ സംഭവിക്കാവുന്ന 3 പോസിബിൾ ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ആ ഫുൾ ലൈൻസ്, ഡോട്ടർ ലൈൻസ് അലൗഡ് അല്ലാത്ത ട്രാൻസിഷനാണ്. അപ്പോൾ 6 കമ്പോണൻ്റ് 3ആയിട്ട് ചുരുങ്ങും. പക്ഷേ ആക്ച്വലായിട്ട് HF ലൈൻ എന്ന് പറഞ്ഞാൽ 5 കമ്പോണൻ്റ് കൂടി ചേർന്നതാണ്. HF ലൈനിൽ 5 ഫൈൻ സ്ട്രക്ചർ കമ്പോണൻ്റ് ഉണ്ട്. സോമർഫെൽഡ് സക്സസ്ഫുള്ളായിട്ട് 3 കമ്പോണൻ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കി 2 കമ്പോണൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് സോമർഫെൽഡ് ആറ്റം മോഡലിൻ്റെ ഒരു ഡിഫക്റ്റാണ്. അത് വെക്ടർ ആറ്റം മോഡൽ പരിഹരിക്കും. ആ കാര്യങ്ങൾ ഇനി പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് പഠിച്ചോളണം. ഇത് HF ലൈൻ ട്രാൻസിഷൻ കാണിക്കുന്ന ഡയഗ്രാണ്. അതിൻ്റെ ഫൈൻ സ്ട്രക്ചർ കമ്പോണൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സോമർഫെൽഡ് തയ്യാറാക്കിയ ഡയഗ്രമാണ്. 3 ട്രാൻസിഷൻ പെർമിറ്റഡ്, ബാക്കി 3 എണ്ണം പെർമിറ്റഡ് അല്ല. അപ്പോൾ 3 ട്രാൻസിഷൻ 3 ലൈൻസ് HF ലൈനിൽ പോസിബിൾ ആണ് എന്നാണ് സോമർഫെൽഡ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ സിലക്ഷൻ റൂളിനെ കുറിച്ചാണ് ഈ +or-1 ട്രാൻസിഷനെ പോസിബിൾ ആകുകയുള്ളൂ എന്നുള്ള സിലക്ഷൻ റൂളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സിലക്ഷൻ റൂൾസ്. The HF line of hydrogen is due to a transition from NeCl3 state to the NeCl2 state. For the state NeCl3, N5 is 1, 2, 3, and for NH2, N5 is 1, 2. The energy levels are shown in the figure 5. 5ാമത്തെ പടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 6 transitions are theoretically possible. 6 ട്രാൻസിഷൻ തിയററ്റിക്കലി പോസിബിൾ ആണ്. സോമർഫെൽഡ് ഇപ്പോൾ 6 വേണ്ടല്ലോ, HF ലൈനകത്ത് 5 കമ്പോണൻ്റേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചുരുക്കാനായിട്ട് നോക്കിയാണ്. 6 transitions are theoretically possible. Sommerfeld introduced a selection rule which restricts, which limits, which controls, checks. Sommerfeld introduced a selection rule which restricts the transitions. He assumed that transitions for which N5 changes by +1 or -1 alone are allowed. That is delta N5 equal +or-1. അപ്പോൾ ഈ 6 കമ്പോണൻ്റാണ് തിയററ്റിക്കലായിട്ട് HF ലൈനിൽ വരുന്നത് ഫൈൻ സ്ട്രക്ചറായിട്ട്. 6 കമ്പോണൻ്റ് ഇല്ല, അതിൽ ചുരുക്കണം. അതിന് സോമർഫെൽഡ് കൊടുത്ത സിലക്ഷൻ റൂളാണ് ഡെൽറ്റ N5 +or-1. അതിൻ്റെ അർത്ഥം ട്രാൻസിഷൻസ് for which N5 changes by +1 or -1 alone are allowed. Applying the selection rule only 3 transitions are allowed. അതാണ് നമ്മുടെ പടത്തിൽ, മുകളിലത്തെ പടത്തിൽ ആ കണ്ടിന്യൂസ് ലൈൻസ്, ഫുൾ ലൈൻസ് കാണിക്കുന്നത്. Thus, according to Sommerfeld theory, the HF line consists of 3 components. HF ലൈനിൽ 3 കമ്പോണൻ്റേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയും. പക്ഷേ HF ലൈനിൽ 5 കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 കമ്പോണൻ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക, 5 കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, അത് സോമർഫെൽഡ് ആറ്റം മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അതാണ് ഇനി പറയുന്നത് ഡ്രോബാക്ക് ഓഫ് സോമർഫെൽഡ്സ് മോഡൽ. ഡ്രോബാക്ക് ഓഫ് സോമർഫെൽഡ്സ് മോഡൽ. The theory was only partly successful as it could explain only 3 of the 5 observed fine structure components. HF ലൈനിൽ ആകെയുള്ള 5 ഫൈൻ സ്ട്രക്ചർ കമ്പോണൻറ്റുകളിൽ 3 മാത്രമേ
ഈ സോമർഫീൽഡ് ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ മോഡൽ സോമർഫീൽഡ്സ് മോഡൽ പാർഷ്യലി സക്സസ്ഫുൾ എന്ന് പറയും, നോട്ട് ഫുള്ളി സക്സസ്ഫുൾ. Further, no explanation was provided for the relative intensities of the fine structure components. HLF ലൈനിൽ 3 കമ്പോണൻറ്റ് ആണ് സോമർഫീൽഡ് പറഞ്ഞു വെച്ചത്. പക്ഷേ ആക്ച്വലി 5 കമ്പോണൻ്റ് ഉണ്ട്. പക്ഷേ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഈ തെളിച്ചം വ്യത്യസ്തമാണ്. ചിലത് എല്ലാം ബ്രൈറ്റ് ആയിരിക്കും, ചിലത് ഫെയിൻ്റ് ആയിരിക്കും. HLF ലൈനിലെ 5 കമ്പോണൻറ്റും ഒരേ ഇൻറ്റൻസിറ്റി ഉള്ളതല്ല, വ്യത്യസ്തമായിട്ട് ഇൻറ്റൻസിറ്റി ഉള്ളതാണ്. ആ ഇൻറ്റൻസിറ്റിയെക്കുറിച്ചും ഈ സോമർഫീൽഡ് സോമർഫീൽഡ് ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ 2 ഡ്രോബാക്ക്. ഒന്നാമത്തത്, ആകെയുള്ള 5 കമ്പോണൻറ്റിൽ 3 മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും. മാത്രമല്ല ഈ ലൈനുകൾക്കെല്ലാം, ഫൈൻ സ്ട്രക്ചർ ലൈനുകൾക്കെല്ലാം റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഈ മോഡലിന് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എസ്സേയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കും. ഷോർട്ട് ആൻസറായിട്ട് മോർ ഇമ്പോർട്ടൻറ്റ് എസ്സേ ധാരാളം ഉള്ളതുകൊണ്ട് എസ്സേയായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഷുവറാണ്. എസ്സേ ക്വസ്റ്റ്യൻ ആദ്യം കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ 2 കൺസെപ്റ്റ്സ് ഓഫ് സോമർഫീൽഡ്സ് മോഡൽ ഓഫ് ആറ്റം ആൻഡ് ഗിവ് ദ ഡീറ്റെയിൽസ് ഓഫ് ഫൈൻ സ്ട്രക്ചർ ഓഫ് എച്ച് ആൽഫ ലൈൻ. എച്ച് ആൽഫ എന്ന് എഴുതുക, ഇല്ല എച്ച് ആൽഫ ലൈൻ. വാട്ട് ഈസ് ദി സെലക്ഷൻ റൂൾ അപ്ലൈഡ്? ഡെൽറ്റ n5 ± 1. ഡെൽറ്റ n5 = ±1. അതാണ് സെലക്ഷൻ റൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഷോർട്ട് ആൻസർ. വാട്ട് ആർ ദി 2 കൺസെപ്റ്റ്സ് ഓഫ് സോമർഫീൽഡ്സ് ആറ്റം മോഡൽ? അത് ഞാൻ റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. കൺസെപ്റ്റ് നമ്പർ 1, കൺസെപ്റ്റ് ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇൻ ആറ്റംസ്. നമ്പർ 2, റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ അറിയാമല്ലോ, നിങ്ങൾ പിന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചതാണ്. വെലോസിറ്റി കൂടുമ്പോൾ ആറ്റത്തിൻ്റെ വസ്തുക്കളുടെ മാസ് കൂടുമെന്നുള്ള ആശയം. റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. ഇനി 2 ഷോർട്ട് ആൻസർ കൂടി കൊടുത്തിട്ടുണ്ട്. യു റീഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻ. അത് ഈ എസ്സേയുടെ ആദ്യ ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. The spectral line is not single. It consists of finely packed components, and these components are called fine structure components. H-alpha line is not a single line. It has 5 fine structure components, closely packed lines. Next question, draw the energy level diagram to represent all the possible transitions producing H-alpha fine structure components. അപ്പോൾ H-alpha ഫൈൻ സ്ട്രക്ചർ കമ്പോണൻസ് ഉണ്ടാകുന്നതിൻ്റെ പടം വരയ്ക്കുക. നമ്മൾ ആ മോളിൽ വരച്ച ആ എനർജി ലെവൽ ഡയഗ്രാം, അതിൽ 3 മാത്രമേ പോസിബിൾ ആകുകയുള്ളൂ ഈ മോഡൽ പ്രകാരം. അപ്പോൾ 3 ലൈൻ ഫുൾ ലൈൻ കണ്ടിന്യൂസ് ആയിട്ടും 3 ലൈൻ ഡിസേർവ്ഡ് ലൈൻസ് അത് ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക. ആ മുകളിലത്തെ പടം വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് സോമർഫീൽഡ് ആറ്റം മോഡലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. That is all. Thank you very much.